2019 വരുന്ന ഒരു ബ്ലാക്ക് ബ്യൂട്ടി ആയിട്ട് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ വരുന്നത് നല്ല ഒരു അടിപൊളി വണ്ടിയാണ്. ഫോർച്യൂണർ, അതായത് ന്യൂ ഷേപ്പിൽ വരുന്ന ഫോർച്യൂണർ. ഇത് മോഡൽ വരുന്നത് 2019 വരുന്നതാണ്. അതായത് ബ്ലാക്ക് ഒരുപാട് പേര് എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് എൻക്വയറി ഫില്ലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇന്ന് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങൾ, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രണ്ട് തന്നെ തൊട്ട് തുടങ്ങാം. അപ്പം സ്കിപ്പ് ചെയ്യാതെ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ, പിന്നെ എന്തെങ്കിലും ഇപ്പം ഞാൻ പറയുന്നെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട്, അതായത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാനത് മാക്സിമം തിരുത്താൻ നോക്കുന്നതാണ്. എന്ന് വെച്ചാൽ ചിലത് എനിക്ക് കുറച്ച് ടൈം മാത്രമേ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടാറുള്ളൂ, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ഫീൽ തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ സോറി. അപ്പം ഞാൻ വീഡിയോയിലേക്ക് തന്നെ വരാം. ഇത് 2019 വരുന്ന വണ്ടിയാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്, ഒറിജിനലാണ് വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പം നമുക്ക് ആ ബോഡി ലൈന് ഫിനിഷിങ് അതേപോലെ കാണാൻ പറ്റുന്നുണ്ട്, വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ സൈഡിലേക്കുള്ള കോർണർ ഗ്ലാസ്, അതേപോലെ മെയിൻ ഗ്ലാസ്സുകൾ എല്ലാം ഒറിജിനലാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അത്തേ തന്നെയുണ്ട്, അതിൻ്റെ സിമ്പിൾ കാര്യങ്ങളൊക്കെ അത്തേ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലാക്കിലാണ് വരുന്നത്. പിന്നെ അടിയിൽ നമുക്കൊരു ഫുഡ് സ്റ്റെപ്പ്, അതായത് ചവിട്ടി കയറാൻ വേണ്ടിയുള്ള സ്റ്റെപ്പും, പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ഫോർച്യൂണർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോർ പാഡും കൂടെ വെച്ചിട്ടുണ്ട്, സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് PPF കോട്ടിങ് ചെയ്തേക്കുന്നതാണ്, അതായത് എക്സ്ട്രാ PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്, കുറച്ചും കൂടെ സ്ക്രാച്ച് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. പിന്നെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, ഇപ്പോൾ നിലവിലിട്ടേക്കുന്ന ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. പിന്നെ അലോയ് വീൽസിലൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി, അതായത് നല്ല ബ്യൂട്ടി തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിൽ വരുന്നത് ഡിക്കിയുടെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്, അതിൻ്റെ ബാർകോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഇത് റിമോട്ടിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറ്റും, റിമോട്ടിൽ തന്നെയാണ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ റിമോട്ടിൽ തന്നെ, പിന്നെ നമ്മൾ ഇതേപോലെ ഇതൊക്കെ അഴിച്ച് നോക്കിയതാണ്, അതുകൊണ്ട് നമ്മൾ തന്നെ ഇട്ട് വെച്ചേക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇത് മൊത്തം ചെക്ക് ചെയ്ത് ഫുള്ള് കഴിഞ്ഞതാണ്, ഇതൊക്കെ അഴിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ക്ലോസ് ചെയ്യുന്നതും ബട്ടണിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പിന്നെ റിമോട്ടിൽ തന്നെ നമുക്ക് ഓപ്പൺ ആക്കുകയും ചെയ്യാം, ജസ്റ്റ് ടച്ച് ചെയ്യുവാണെങ്കിൽ അത് ക്ലോസ് ആകും. അപ്പം ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. പിന്നെ ആ ബോഡി ലൈൻസ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഡോറിൻ്റെ കാര്യം പറഞ്ഞില്ല, എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. പിന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരാം, അതായത് എല്ലാ 4 ഡോറും ഒറിജിനലാണ് വരുന്നത്. ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടെ പറയുകയാണ്, ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ് ഇപ്പം കിടക്കുന്നത്. അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനെല്ലാം ഗ്ലാസ്സിന് കാര്യങ്ങൾ, കോഡ് കാര്യങ്ങൾ, പിന്നെ സീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിറർ കാര്യങ്ങളൊക്കെ വർക്കിങ്, അതായത് പ്രോപ്പറായിട്ട് മിറർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. ഈ ഫോർച്യൂണറിൻ്റെ മെയിൻ ഗ്ലാസ് ചേഞ്ച് ആണ്, അതായത് നോർമലി നമ്മൾ കല്ല് കാര്യങ്ങൾ അഴിച്ചാൽ ഒരു 90% വണ്ടിയുടെ ഇവിടെ പൊട്ടാറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ചേഞ്ച് ആണ് വരുന്നത്. പിന്നെ റൂഫ് അടക്കം, അതായത് റൂഫ് കാര്യങ്ങളൊക്കെ വളരെ മെയിൻറ്റെയിൻ ആണ്. പിന്നെ ഇവിടെ PPFൻ്റെ കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വണ്ടി മൊത്തം PPF കോട്ടിങ് ചെയ്തിട്ടുണ്ട്, സ്ക്രാച്ച് കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ബോണറ്റ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ, ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം മൈന്യൂട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനാണ് വണ്ടി നിലവിലിരിക്കുന്നത്. നമുക്കിനി ഇൻറ്റീരിയർ ഭാഗത്തേക്ക് പോവാം. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല വെൽ മെയിൻറ്റെയിൻ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സീറ്റിൻ്റെ, അതായത് 2 സൈഡിലെ സീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാം വർക്കിംഗ് കണ്ടീഷനാണുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും സീറ്റ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ ഫ്ലോറ് കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ് വരുന്നത്. പിന്നെ ഈ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം, അതായത് മ്യൂസിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 2 ഡോറിൻ്റെയും, അതായത് 4 ഡോറിൻ്റെയും മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് സീറ്റ് കവർ മേടിക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നും വരുന്നില്ല, വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. പിന്നെ എയർ കണ്ടീഷണർ, അതായത് AC, ABS എല്ലാം വർക്കിംഗ് ആണ്, അതായത് ഈ വണ്ടിക്ക് എല്ലാം വർക്കിംഗ് തന്നെയാണ്. ഈ എൻജിൻ റൂമാണ് കാണേണ്ടത് നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ തന്നെ എൻജിൻ റൂം കാര്യങ്ങളൊക്കെ കാണിച്ചു തരുവാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് എന്ന് വെച്ചാൽ
എഞ്ചിൻ റൂമാണ് നിങ്ങളിപ്പം കാണുന്നത്. ബോണറ്റ് കാര്യങ്ങളൊക്കെ 100% ജെന്യുവിൻ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വെൽ മെയിൻറ്റെയിൻ ആയിട്ട് യൂസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. അതായത് എവിടെയും നമുക്ക് റീപ്ലേസ്മെൻറ്റോ തട്ടോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പ്രോപ്പർ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കുന്നതാണ്. പിന്നെ സീല കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പട്ടിയിലെ സീല കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് ബമ്പറിൻ്റെ ക്ലിപ്പ് കാര്യങ്ങൾ, അതായത് ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല. ക്ലിപ്പൊക്കെ പ്രോപ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത്. അപ്പോൾ 2019 വരുന്ന ഫോർച്യൂണറാണ് പുതിയ ഷേപ്പിൽ വരുന്ന ബ്ലാക്ക് ബ്യൂട്ടി എന്ന് തന്നെ എടുത്ത് പറയാം. ഒരുപാട് പേര് എൻക്വയറി ഉണ്ട്, പക്ഷേ നമുക്കൊരു വണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മളെ കൈവശം ഇന്നുള്ളത്. പിന്നെ ഇത് ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഫസ്റ്റ് ഓണറിലാണ് വണ്ടി നിലവിലുള്ളത്. 2025 ഡിസംബർ വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡാണ്. അതായത് ഈ ഡിസംബറാണ് ഇൻഷുറൻസ് ചെയ്തത്. അതുകൊണ്ട് പുതിയ ഇൻഷുറൻസ് 1 ഇയർ ഇൻഷുറൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത്. അപ്പം വളരെ മെയിൻറ്റെയിൻ ആയിട്ട് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷനായിട്ട് ഉപയോഗിച്ച് നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ്. അപ്പം ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,90,000 രൂപ മാത്രമേ ഉള്ളൂ. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പം ഇതേപോലത്തുള്ള പുതിയ വീഡിയോസിന് വേണ്ടി ഞങ്ങളെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പം മാക്സിമം കയറി ജോയിൻ ചെയ്യുക. നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഓരോ ഫോട്ടോസ് കാര്യങ്ങൾ, അതായത് 100% ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ഫോട്ടോസ് പോലും നമ്മളെ ഗ്രൂപ്പിലിടുന്നല്ല. ഇത് 100% ഗ്യാരണ്ടി ഉള്ള വെഹിക്കിൾസ് മാത്രമേ നമ്മളെ ഗ്രൂപ്പിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും 100% ഗ്യാരണ്ടി ഉള്ള വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അതുവരെ പുതിയ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ പ്രീമിയം വെഹിക്കിൾസിൻ്റെ നല്ല വീഡിയോസ് നമ്മൾ ഒട്ടനെ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.